നമസ്കാരം. IPL തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് വീണ്ടും കൂപ്പുകുത്തുകയാണ് നമ്മുടെ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ തർക്കിക്കാനോ ഇനി ന്യായം പറയാനോ നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. വിജയത്തിൻ്റെ സ്കോറുകൾ എടുത്തു നോക്കിയാൽ പോലും വളരെയധികം കുറവാണ്. വിജയത്തോടെ സീസൺ ആരംഭിക്കാൻ അവർക്കായിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം തൊട്ടതെല്ലാം പിഴച്ചു പോവുകയായിരുന്നു ചെയ്തത്. അവർ തുടർച്ചയായ 3-ാം മത്സരവും തോൽവിയിലേക്കാണ് പോയത്. ഇനി എന്താണ് അതിനെപ്പറ്റി പറയുക എന്ന് പോലും ആർക്കും അറിയില്ല. നിലവിൽ പോയിന്റ് പട്ടികയിൽ തന്നെ 8-ാം സ്ഥാനത്താണ് ഇപ്പോൾ MI എന്ന മുംബൈ ഇന്ത്യൻസ് ചാമ്പ്യന്മാർ നിലകൊള്ളുന്നത്. തികച്ചും പറഞ്ഞാൽ ഇത്രയും വലിയൊരു മോശം സീസൺ അവരുടെ കരിയറിൽ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ശക്തമായ ടീമിനെ ലഭിച്ചിട്ടും ടീം ഈ രീതിയിൽ പതറുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ നായകസ്ഥാനത്തിനെയും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. സീസണിലെ മുന്നോട്ടുള്ള മത്സരങ്ങളിലും മുംബൈ ഈ രീതിയിൽ പതറിയാൽ ക്യാപ്റ്റന്റെ റോളിൽ തുടരുക ഹാർദിക്കിന് കടുപ്പമായിരിക്കും. അദ്ദേഹത്തെ തന്നെ സീസൺ തീരും മുമ്പേ പുറത്താക്കിയാൽ പകരം മുംബൈയുടെ പുതിയ നായകനാവുമെന്നാണ് പ്രധാന ചോദ്യം. ഇതേക്കുറിച്ച് പരിശോധിക്കേണ്ടതായുണ്ട്. ഈ IPL സീസണിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തീർച്ചയായും നായകസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ പകരം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ചുമതല ഏൽപ്പിക്കുമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചിലരാവട്ടെ ഇന്ത്യയുടെ T20 ലോകകപ്പ് വിന്നിംഗ് നായകൻ കൂടിയായ സൂര്യകുമാർ യാദവിനെ ചുമതല ഏൽപ്പിക്കണമെന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ 2 പേരും ഈ റോളിലേക്ക് പെർഫെക്റ്റ് അല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയാം. ഈ ഒരു സീസൺ മാത്രം ലക്ഷ്യമിട്ടൊരു മാറ്റമല്ല മുംബൈക്ക് ഇനി ആവശ്യം. ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ രോഹിത്തും സ്കൈയുമല്ല ബെസ്റ്റ് ഓപ്ഷനുകൾ. കാരണം രോഹിത്തിന് ഇപ്പോൾ 38 വയസ്സായി കഴിഞ്ഞു. പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നുണ്ട്. 1-2 സീൻ കൂടി മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് നിൽക്കാനാകൂ. ഇനി ഹിറ്റ്മാൻ കളിക്കളത്തിൽ തുടരുന്നത് അത്ര സീസണുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ നായകസ്ഥാനം ഏൽപ്പിക്കുന്നത് ഒട്ടും മികച്ച തീരുമാനമായിരിക്കില്ലെന്ന് തന്നെ പറയേണ്ടതായി വരും. ഇനി സൂര്യയുടെ കാര്യം എടുത്താൽ അദ്ദേഹം 36-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഫിറ്റ്നസിനെ കുറിച്ച് ആശങ്കകളില്ലെങ്കിലും സമീപകാലത്ത് ബാറ്റിംഗ് ഫോമിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ IPL-ലും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താനായിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനാൽ സൂര്യയും ദീർഘകാലത്തേക്ക് നായകന്റെ റോളിലേക്ക് അനുയോജ്യനുമല്ല. രോഹിത്തും സൂര്യയ്ക്ക് പകരം മുംബൈക്ക് നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നത് പ്രധാനമായും 2 പേരെയാണ്. ടീമിലെ സീനിയർ താരങ്ങളിൽ ഒരാളും സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറയാണിത്. MI-യിലൂടെ IPL കരിയർ ആരംഭിച്ച് അദ്ദേഹത്തിന് ഈ ഫ്രാഞ്ചൈസിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതുമാണ്. കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും ദീർഘകാലമായി കളിക്കുന്നതിൻ്റെ അനുഭവ സമ്പത്തുമുണ്ട്. അതിനാൽ മുംബൈയെ മികച്ച രീതിയിൽ നയിക്കാൻ ബുംറയ്ക്ക് തീർച്ചയായും സാധിക്കുകയും ചെയ്യുമെന്നുകൂടി നമ്മൾ പറയണം.